തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ഫെബ്രുവരി 8-ന് ആരംഭിക്കും. ഈ മാസം 11 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസ് ആണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഏറെ ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 18ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കും. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് കേരള ചലച്ചിത്ര അക്കാദമിയും FSSAയുടെയും സഹകരണത്തോടെയാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 8 മുതൽ 11 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിൽ നടക്കുന്ന മേളയിൽ എല്ലാ ദിവസവും 4 ചലച്ചിത്രങ്ങൾ വീതമാണ് പ്രദർശിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. തൊടുപുഴ നഗരസഭയും ഫിലിം സൊസൈറ്റിയും സംയുക്തമായി നടത്തുന്ന 18ാമത് ഫിലിം ഫെസ്റ്റിവലിന് ഫെബ്രുവരി 8 മുതൽ 11 വരെ തൊടുപുഴയിലെ സിൽവർ ഹിൽസ് തിയേറ്റർ വേദിയാവുകയും ബഹുമാനായ ജോഷി മാത്യു സംവിധാനം ചെയ്ത നൊമ്പരക്കൂട് എന്ന് പറയുന്ന ഫിലിമാണ് ഉദ്ഘാടന ദിവസവും പ്രദർശിപ്പിക്കുന്നത്. അതുപോലെ വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള 12ഓളം സിനിമകളും ഫെസ്റ്റിവലിന് എത്തുന്നുണ്ട്. പറയാം, തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 18 വർഷക്കാലമായി അതുപോലെ കഴിഞ്ഞ വർഷവും ശ്രീ സൗഹൃദ സിനിമകൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. പ്രശസ്ത സിനിമാ സംവിധായകൻ ജോഷി മാത്യു സംവിധാനം ചെയ്ത നൊമ്പരക്കൂട്ട് എന്ന സിനിമയാണ് ഉദ്ഘാടന ചിത്രം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത വിഷയങ്ങൾ പ്രമേയമാക്കിയ 12 സിനിമകളും 4 മലയാള സിനിമകളുമാണ് മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മീറ്റ് ദ ഡയറക്ടർ, ഓപ്പൺ ഫോറം, കലാസായാഹ്നങ്ങൾ എന്നിവയും ചലച്ചിത്രമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ഫെബ്രുവരി 8-ന് വൈകിട്ട് 5-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ജോഷി മാത്യു മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N. രവീന്ദ്രൻ അധ്യക്ഷനാകും. അഭിനേതാക്കളായ സോമു മാത്യു, ഹർഷിത, ബിച്ചു അനീഷ്, ഡോക്ടർ സ്മിത പിഷാരടി, സാങ്കേതിക പ്രവർത്തകരായ ജയ്, നെവിൻ മേഖേൽ എന്നിവരും പങ്കെടുക്കും. തൊടുപുഴ നഗരസഭാ വൈസ് ചെയർമാൻ പ്രൊഫസർ ജെസി ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ദീപക്, ഷീജ ഷാഹുൽ ഹമീദ്, അബ്ദുൽ കരീം, ബിന്ദു പത്മകുമാർ, PG രാജശേഖരൻ, FFSI റീജിയണൽ കൗൺസിൽ അംഗം UA രാജേന്ദ്രൻ, ഫിലിം സൊസൈറ്റി സെക്രട്ടറി M. മഞ്ജുഹാസൻ, ജോയിന്റ് സെക്രട്ടറി സനൽ ചക്രവാണി എന്നിവരും സംസാരിക്കും. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ റഹീം ഖാദർ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ മുഴുവൻ പ്രദർശനങ്ങളും കാണുന്നതിന് 200 രൂപയാണ് ഫീസ്. 18 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് 100 രൂപയാണ് ഫീസായി ഈടാക്കുന്നതെന്നും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ, സെക്രട്ടറി M. മഞ്ജുഹാസൻ, ജോയിന്റ് സെക്രട്ടറി സനൽ ചക്രവാണി, UA രാജേന്ദ്രൻ എന്നിവർ പറഞ്ഞു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.